ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി താൻ നയനയോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് ദുഃഖിച്ചിരുന്ന് കരയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ ICU കിടന്ന സമയത്ത് നയനയ്ക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആദർശ് നയനെ കൊണ്ടുവന്ന് കാണിക്കുന്നതും എനിക്ക് നിന്നെ കാണണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അസുഖം കുറയുകയല്ല കൂടുക ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞ് നയനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതിലൊക്കെ ഇപ്പം ദേവയാനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതൊക്കെ ഓർത്ത് ദേവയാനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ജയൻ അങ്ങോട്ട് വരും. നയനയുടെ കാര്യം ഓർത്താൽ കരയുന്നൊന്നും അറിയുന്നില്ലല്ലോ ജയൻ. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി ഇരുന്ന് കരയുന്നത്, എന്ത് പറ്റി നിനക്ക് ഇത്ര സങ്കടമെന്നൊക്കെ ചോദിക്കും. എനിക്കൊരു പ്രശ്നമില്ല ജയേട്ടാന്ന് ദേവയാനി പറയും. അതല്ല, എനിക്കറിയാം നീ പണ്ടേ ഒരു സ്വഭാവമുണ്ട് നിനക്ക്. എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് നിൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ഇത്രയും വർഷം നിൻ്റെ കൂടെ ജീവിച്ചതും. ഇപ്പം നിൻ്റെ ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞാൽ നിനക്ക് കരൾ തന്ന പെൺകുട്ടി ആരാന്ന് തിരഞ്ഞിറങ്ങിയിരുന്നു, എന്നിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് നിന്നെ ഇപ്പോൾ അലട്ടുന്നതെന്ന് പറയും. അന്നേരം ദേവയാനി പറയും, എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയും. അതല്ല, നീ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നോ എന്ന് ചോദിക്കും. ദേവയാനിയൊന്നും മിണ്ടത്തില്ല. ഞാൻ പറയും, നീ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നല്ലേ, ഡോക്ടറോട് നീ പറഞ്ഞു കാണും ഞാൻ വന്നെന്നുള്ള കാര്യം പറയരുതെന്ന്. പക്ഷേ നീ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു നീ അവിടെ ചെന്നിരുന്നെന്ന് പറഞ്ഞെന്ന് പറയും. അന്നേരം ദേവയാനി പറയും, അതൊന്നും സാരമില്ല, ഞാൻ ഇനിയിപ്പം എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല ജയേട്ടാ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മകനെ ഓർത്താ എന്ന് പറയും. മകൻ്റെ സങ്കടം മാറ്റണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് മരുമകളെ തിരിച്ച് വിളിക്കുക ചെയ്യേണ്ടതെന്ന് പറയും. അതിനിപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ജയനോട് ദേവയാനി ചോദിക്കുന്നുണ്ട്. അവനും പറയും, നീ ആ ഫോൺ എടുത്ത് നയനെ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ ആദർശി എന്ന് കൊണ്ടുപോകുന്നോളും, അല്ലെങ്കിൽ അവിടെ അമ്മയും അച്ഛനും ഇവിടെ കൊണ്ടുവന്ന് നയനയെ കൊണ്ടുവിട്ടോളും എന്നൊക്കെ പറയും. അന്നേരം ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. ജയൻ പറയുന്നുണ്ട്, അപ്പം ആദർശിന് നയനെന്ന് പറഞ്ഞാൽ വളരെ ജീവനാണ്, അതുപോലെ തന്നെ എനിക്കും അജയനും എല്ലാം മരുമകളെ പോലല്ല മകളെ പോലാണ് ഞങ്ങൾ കാണുന്നത്. അച്ഛനും അമ്മയും നയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അവൾ അവിടെ നിൽക്കാതെ തിരിച്ചു വരാൻ വേണ്ടി തന്നെ അച്ഛനും അമ്മയും സ്വർണ്ണമൊക്കെ കൊണ്ട് കൊടുത്തത്. എന്നിട്ട് തിരിച്ചു വരാത്തതിന് കാരണം നീ വിളിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. അവരും ആഗ്രഹിക്കുന്നുണ്ട് നയനമോള് എല്ലാ കാലവും ഇവിടെ വേണമെന്നും ഈ വീട്ടിൻ്റെ മരുമോളായിട്ട് നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ആ കുട്ടിക്കുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാമെന്നൊക്കെ ജയൻ പറയും. ദേവയാനി ഉടനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്നത് ആരാണെന്ന് അവൾക്കറിയാവോ എന്ന്, നയനയ്ക്കറിയാവോന്ന് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേന് ജയനൊന്ന് പരുങ്ങുന്നുണ്ട്. അത് പിന്നെ അറിയാവോന്ന് അറിയത്തില്ല, ആദർശ് പറഞ്ഞോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയും. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, ഞാനതൊക്കെ വിട്ടു എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് തിരിഞ്ഞു നിന്ന് കരയും. താൻ ഇനി അതൊന്നും ഓർക്കണ്ട, തൻ്റെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. ആദർശ് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനല്ലേ നമുക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ജയൻ ദേവയാനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ അനിയെ വിളിച്ച് പറയുന്നുണ്ട്, നീ അനാമിയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന്. എനിക്ക് ഒട്ടും താല്പര്യമില്ല മുത്തച്ഛ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ചെന്ന് പറയും. അതല്ല, നിൻ്റെ ഭാര്യയാണ് അനാമിക, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ട് വരണം. നീ അവളെ വിളിച്ചുകൊണ്ട് വരാത്ത ഈ ദേവയാനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അവളെ നീ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും ഉപദേശിക്കുന്നുണ്ട്. അത് തന്നെയല്ല മോനെ, ഈ കുടുംബത്തിൽ ആരും ഡൈവോഴ്സ് ചെയ്തിട്ടില്ല, എല്ലാവരും ഭാര്യമാരോട് കൂടി സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ കഴിയുന്നത്. നീയായിട്ട് അതിന് ഒരു മാറ്റമൊന്നും വരുത്തണ്ട എന്ന് മുത്തശ്ശനും പറയും. നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ജുവലറി കുടുംബമാണ്, അതുകൊണ്ട് നിൻ്റെ മുത്തശ്ശനൊക്കെ രാജാവിനെ പോലെയാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവരെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആ കുടുംബത്ത് വന്നാൽ സോഷ്യൽ മീഡിയ അത് നന്നായിട്ട് ആഘോഷിക്കും. ഇപ്പം മുത്തശ്ശൻ അതെല്ലാം ആദർശിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും നീയും ഈ കുടുംബത്തിലല്ലേ, നിനക്കും ഇപ്പം 3 ജുവലറിയൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ മേൽനോട്ടമൊക്കെ വഹിച്ച് നീയും ആ പൊസിഷനിലേക്കൊക്കെ വരും. അത് കാരണം ഈ കുടുംബത്തെ എന്ത് നടന്നാലും അത് പുറത്ത് ചർച്ചാ വിഷയമാകും, അതിനൊന്നുമുള്ള ഇട കൊടുക്കരുത്. ഇളയ മകൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുകയാണെന്നൊക്കെ പുറത്തറിയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയും അനിയും
അനിയെ ഉപദേശിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അവളുടെ പ്രവൃത്തിയൊന്നും എനിക്ക് ഇഷ്ടമല്ല മുത്തശ്ശ. അവൾ ചെന്ന് നയനേടത്തിയെ ആ വീട്ടിൽ ചെന്ന് തെള്ളിയിടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലേ. അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയതും അവളും അവിടെ അച്ഛനും കൂടിയാണെന്നുള്ളത് എനിക്ക് ശരിക്കും സംശയമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തെളിവൊന്നുമില്ലല്ലോ മോനെ, അതുകൊണ്ട് നീ അതിലൊന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് നീ അവളെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയും. എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ട് വരത്തില്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും വേണ്ടി മാത്രം ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അനി അങ്ങ് പോവും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ അനാമികയും അവരുടെ കുടുംബക്കാരും കള്ളത്തരം തന്നെയാണോ പറയുന്നത്, എനിക്ക് ഡൗട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്കൊരു കാർ ഇവിടെ കൊണ്ടുവന്നിരുന്നല്ലോ, ആ കാറ് ഇവിടെ ഇടയില്ല, അത് കാരണം അവിടെ വീട്ടിൽ കൊണ്ടിട്ടോളാം ഞാനൊന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുവരെ അവിടെ ഇല്ലെന്നാണ് അനി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയും. മുത്തശ്ശി പറയുന്നുണ്ട്, അതിനി നമ്മൾ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, എങ്ങനെയും അവൻ്റെ ജീവിതവും നന്നായി പോകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. അനി അനാമികയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ആദ്യം പുറത്തേക്ക് വരുന്നത് രേവതിയാണ്. രേവതി അകത്തേക്ക് വേണുവിനെ വിളിക്കുന്നുണ്ട്, ദേ നമ്മുടെ മരുമോൻ വന്നിരിക്കുമെന്ന് പറഞ്ഞ്. രേവതിയുടെ വിളി കേട്ടുകൊണ്ട് വേണു ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ആഹാ, നീ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതായിരിക്കുമല്ലേ, നിനക്ക് വേണ്ടി ആയിരിക്കുമല്ലോ, ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് ദേഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോഴത്തേന് മുത്തശ്ശനും മുത്തശ്ശിയും വല്യമ്മയും പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് ആനി അങ്ങ് മറുപടിയും പറയും. എന്തായാലും എൻ്റെ മകളെയല്ലേ നീ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ, നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ മകളോട് തന്നെ നീ അങ്ങ് ചോദിക്ക്, അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞ് അനാമികയെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അനാമിക ഇറങ്ങി വരും. അപ്പോൾ അനാമികയോടും പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്ന് പറയും. വല്യമ്മയും പറഞ്ഞായിരുന്നു പറയും. അല്ലെങ്കിൽ നീ അവരൊക്കെ പറഞ്ഞതിൻ്റെ പേര് മാത്രമേ എന്നെ വിളിക്കത്തുള്ളൂ, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും നീ വിളിക്കുന്നതല്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും. നിനക്ക് മനസ്സുണ്ടേ വാ, അല്ലെങ്കിൽ വരണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേന് രേവതി കണ്ണ് കാണിക്കുന്നുണ്ട്, എങ്ങനെയും പോകാൻ പറഞ്ഞ്. അതുപോലെ വേണുവും കണ്ണടച്ചൊക്കെ കാണിക്കും, ഇനിയൊന്നും പറയണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ വേണു പറയും, നിൻ്റെ തലയ്ക്ക് എന്തായാലും ഇച്ചിരി നെല്ലിക്കത്തളം വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അനിയെ അങ്ങ് കൊച്ചാക്കാൻ നോക്കും. ഉടനെ അനി പറയുന്നുണ്ട്, എൻ്റെ തലയ്ക്കല്ല ചൂട്, അച്ഛൻ്റെ മകളുടെ തലയ്ക്ക് തന്നെയാണ്. ഇപ്പം തന്നെ ഒരു 3-4 മുട്ട പൊട്ടിച്ച് അവളുടെ തലയ്ക്ക് ഒഴിച്ചാൽ തന്നെ ബുൾസൈ ഉണ്ടാക്കാം, അതുപോലെ ചൂടായി നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമിക മറുപടി പറയാനായിട്ട് ആയുന്നുണ്ട്. അന്നേരത്തേന് രേവതി പിടിച്ചു നിർത്തും, ഒന്നും പറയണ്ട, വാ മോളെ, വല്യമ്മ നിന്നെ നോക്കിയിരിക്കുകയായിരിക്കും, വല്യമ്മ നിന്നെയാണ് മരുമകളായിട്ട് കരുതുന്നത്, വല്യമ്മയെ നീ വിഷമിപ്പിക്കരുത്, വാ മോളെ, വല്യമ്മയ്ക്ക് വേണ്ടി നീ പോയേ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി അനാമിയെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ വേണു പറയും, മോനെ, നീ എൻ്റെ മകളെ കൊണ്ടുപോകുന്നത് പൊന്നു പോലെ നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പൊന്നൊരുക്കി തലയിലൊഴിക്കരുതെന്ന് പറയും. അതൊക്കെ അവളുടെ സ്വഭാവം പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് അനി തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. വേണു പിന്നെ ഒന്നും മിണ്ടാൻ പോകത്തില്ല. ഗോവിന്ദനും നന്ദുവും കൂടി ഇരുന്ന് പ്രതിമയുടെ ഒക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് കനക അങ്ങോട്ട് ചായയുമായിട്ട് വരുന്നുണ്ട്. വിഷുവിന് കുറേയേറെ ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഗോവിന്ദനിരുന്ന് പ്രതിമ പണിയുന്നത്. ആ സമയത്ത് കനക പറയും, ഇനി ഇതുപോലെ കട്ടിയുള്ള പണിയൊന്നും ചെയ്യണ്ടെന്നല്ലേ മരുമോൻ പറഞ്ഞിരിക്കുന്നു പറയും. മോൻ അങ്ങനെ പലതും പറയും കനകയെ, നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. കനക പുറത്തേക്ക് നോക്കുമ്പോഴത്തേന് ദേവയാനിയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ആദർശമോൻ്റെ അമ്മയാണ് വരുന്നത്, എന്താണോ ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് കനക അങ്ങ് പേടിക്കും. ദേവയാനി അകത്തേക്ക് കയറി വരുമ്പോഴത്തേന് ചോദിക്കുന്നുണ്ട് കനക, എന്താ ഒറ്റയ്ക്ക് വന്നതെന്നൊക്കെ. എന്താ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് വന്നുകൂടെ എന്ന് കനകയോട് ദേവയാനി പറയും. അതല്ല, വയ്യാതിരിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതല്ല, നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം അങ്ങ് തപ്പുന്നുണ്ട്. മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയും. അതല്ല, കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴത്തേന് നിങ്ങളുടെ മോൾക്ക് എന്തോ വയ്യാഴിയെ പോലെ തോന്നി, അവളെ കനക പിടിച്ചുകൊണ്ടല്ലായിരുന്നോ വന്നത്, അത് കാരണം ചോദിച്ചെന്ന് പറയും. അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നു, പിന്നെ പ്രഷറും താന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അവളെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് കനക അങ്ങ് പറയും. അവളെന്തിയേ അനന്തപുരി തറവാട്ടിലെ മരുമോള് എന്ന് പറഞ്ഞ് നയനെ തിരക്കുന്നുണ്ട് ദേവയാനി. അന്നേരം നന്ദു പറയും, ചേച്ചി അകത്തുണ്ട്, കുളിക്കുകയാണെന്ന് തോന്നുന്നു. ഓ, കുളിയൊക്കെ കഴിഞ്ഞോ എന്ന് ഒരുമാതിരി ഇഷ്ടമില്ലാത്ത പരുവത്തിലൊക്കെ ദേവയാനി സംസാരിക്കും. കുളി കഴിഞ്ഞാണ്, ഞാൻ വിളിക്കാമെന്ന് പറയും. അല്ല വേണ്ട, വിളിക്കൊന്നും വേണ്ട, ഞാൻ ചെന്ന് അകത്തോട്ട് കണ്ടോളാം
കണ്ടോളാമെന്ന് ദേവയാനി പറഞ്ഞ് അകത്തേക്ക് പോവും. അപ്പോഴത്തേന് കനക പറയും, എന്താണെന്ന് അറിയത്തില്ലല്ലോ ആദർശമോൻ്റെ അമ്മ വന്നത്, ഇനി എന്തേലും പറയാൻ വന്നതായിരിക്കുമോ എന്നൊക്കെ ഗോവിന്ദനോട് പറയുമ്പം ഗോവിന്ദൻ പറയും, ചിലപ്പോൾ ബന്ധം പിരിയാനോ ഡൈവോഴ്സ് ചെയ്യാനോന്നോ വല്ലതും പറയാൻ വന്നതായിരിക്കുമോ എന്ന് ചോദിക്കും. കനകയും പറയുന്നുണ്ട്, ശരിയാകുമല്ലോ പറയാനായിരിക്കുമെന്ന് തോന്നുന്നു, അതുപോലെ ആ മുഖഭാവമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ദേവയാനി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് നയന മുടിയൊക്കെ കൊതിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോ എന്ന് ചോദിച്ച് പെട്ടെന്ന് നയന എഴുന്നേറ്റ് നിൽക്കും. അന്നേരത്തേന് ദേവയാനി ചോദിക്കും, ഞാൻ ഇങ്ങോട്ട് വന്ന് വിളിച്ചാൽ മാത്രമല്ലേ നീ അങ്ങോട്ട് വരത്തുള്ളെന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ ഇനി വന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് എൻ്റെ മകൻ്റെ വിഷമം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും അങ്ങനെയാണ്. എൻ്റെ മകന് കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല, രാത്രിയിലെല്ലാം എഴുന്നേറ്റ് നടക്കുന്നു. അതിനെല്ലാം കാരണം നീയാണെന്ന് എല്ലാവരും പറയുന്നു. അത് കാരണം നിന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മകൻ ചെറുപ്പത്തിൽ അസുഖക്കാരനായിരുന്നു. അത് കാരണമാണ് പിന്നീട് ഒരു കുഞ്ഞു പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത്. അതുപോലെ ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചു. എല്ലാവരും പറയാറുണ്ട്, മകനെ സ്നേഹിച്ച പോലെ തന്നെ മരുമക്കളെ സ്നേഹിച്ചുകൂടെയെന്ന്. പക്ഷേ ഒരു അമ്മമാർക്കും അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. ആരും സ്വന്തം മക്കളെ പോലെ മരുമക്കളെ സ്നേഹിക്കാറില്ല. മക്കൾക്ക് തന്നെയാണ് എപ്പോഴും ഒന്നാം സ്ഥാനമായിട്ട് കിട്ടുന്നത്. അമ്മമാരെ അച്ഛന്മാരെയൊക്കെ എല്ലാവരും സ്നേഹിക്കുവോ അല്ലെ പിന്നീട് നോക്കുവോ എന്നൊന്നും ആരും നോക്കാറില്ല. എന്നാലും മക്കളെ എല്ലാവരും അതുപോലെ സ്നേഹിക്കാറുണ്ടെന്ന് പറയും. എൻ്റെ മകൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വന്ന് വിളിക്കുന്നത്. നീ കണ്ടിട്ടില്ലേ അനന്തപുരിയിൽ വന്ന് കയറിയ മരുമക്കളായ ഞങ്ങളെല്ലാവരും ആ കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് എല്ലാവരുമായിട്ട് സ്നേഹത്തോടെയും സഹകരണത്തോടെയും പോകുന്നത്. അതൊക്കെ ഓരോ പെൺകുട്ടിയും വരുമ്പം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രവർത്തികളാണ് എന്നൊക്കെ പറയും. അപ്പം ദേവയാനിയോട് നയനയും പറയും, ഞാനും എൻ്റെ വേറൊരു വീടായിട്ട് ഞാനത് കരുതിയിട്ടില്ല. എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഞാനത് കണ്ടിട്ടുള്ളത്. എനിക്ക് എന്നെ ഇതുപോലെ എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാനൊക്കെ അറിയാമെന്നൊക്കെ പറയും. ഉടനെ ദേവയാനി പറയും, എനിക്ക് നിൻ്റെ ന്യായങ്ങളൊന്നും കേൾക്കുകയൊന്നും വേണ്ട. എൻ്റെ മകൻ്റെ വിഷമം മാറ്റാനായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നു. നിനക്ക് എൻ്റെ കൂടെ വരത്തില്ലേ എന്ന് ചോദിക്കും. അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ നിനക്കിനി അനന്തപുരിയിലേക്ക് വരാമെന്ന്? അപ്പോൾ നയന പറയും, ഇല്ലമ്മ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണമെന്ന് പറയും. തൻ്റെ മനസ്സിലെ സ്നേഹം നയന ഇപ്പം തിരിച്ചറിയരുതെന്ന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് നയനോട് പറയും, എൻ്റെ കൂടെ നിനക്ക് അങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിൻ്റെ കാല് പിടിക്കാനും ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ മകൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അവന് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ദേവയാനി നോക്കി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.